ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ്. എണ്ണ മാങ്ങ അച്ചാർ. ഇത് മാങ്ങ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 2 പച്ചമാങ്ങ നന്നായി കഴുകി വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇതിന് മുറിച്ചെടുക്കണം. ഇതിങ്ങനെ മുറിക്കാം. ആദ്യം മുത്ത് കളയാം. ഇത് ഇങ്ങനെ മുറിക്കാം. ഇതിന് കുറുക മുറിച്ച് നീളത്തിൽ ഇങ്ങനെ മുറിക്കാം. ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇതേപോലെ മുറിച്ചെടുക്കാം. 2 മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലെണ്ണയിൽ വറുത്തെടുക്കണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് മുറിച്ച് വെച്ച മാങ്ങയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ മാങ്ങ വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിപ്പോ മുറിച്ച് വെച്ച മാങ്ങയിൽ നിന്ന് പകുതിയെ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മാങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിലേക്ക് ചേർക്കേണ്ട പൊടികൾ ചൂടാക്കി എടുക്കണം. അടുപ്പത്ത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പിരിയൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി ചൂടാക്കി എടുക്കാം. ഇപ്പോ മുളക് പൊടിയുടെ കളർ മാറി നല്ല മൂത്ത മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഞാനിപ്പം മുളക് വറുത്ത പാൻ ചെറുതായതുകൊണ്ട് ഈ മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി വേറെ വലിയ പാനിലേക്ക് മാറ്റുന്നുണ്ട്. മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ നേരത്തെ മാങ്ങ വറുത്തെടുത്ത ചീഞ്ചട്ടിയിൽ നിന്ന് എണ്ണ മാറ്റി ആ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തത്. അതിലേക്ക് ഈ വറുത്തെടുത്ത പൊടികളിൽ ഇട്ട് കൊടുക്കാം. വലിയ പാനിലാണ് മുളക് പൊടി വറുത്തെടുക്കുന്നെങ്കിൽ അതിൽ തന്നെ മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അച്ചാറിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത മാങ്ങ ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് തീ കുറച്ച് ഇളക്കി കൊടുത്ത ശേഷം ഈ പൊടികളും മാങ്ങയിലും നല്ലോണം മിക്സ് ആയാൽ ഇതിലേക്ക് നേരത്തെ മാങ്ങ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇത് വീണ്ടും ഇളക്കി ചൂടാക്കാം. തീ കുറച്ച് വെച്ച് ചെയ്യാം. എണ്ണ ചേർത്ത് തീ കുറച്ച് 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് തൊലിയില്ലാത്ത മഞ്ഞക്കടുക് വാങ്ങിച്ച് ചതച്ചെടുത്താണ്. നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന കറുത്ത കടുക് ചതച്ച് ചേർത്താലും മതി. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ എണ്ണ മാങ്ങ അച്ചാർ റെഡിയാണ്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണ മാങ്ങ അച്ചാർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പം കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ചാൽ 1 വർഷം വരെ നിൽക്കും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.